ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ എടുക്കുന്ന ബിഗിനേഴ്സ് ചാലഞ്ച് അല്ല. ഇന്ന് നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് അറിയാമോ? കോൺവെർസേഷൻ വീഡിയോസ് ആണ് കേട്ടോ. അതായത് ഇത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്തു? ബിഗിനേഴ്സ് ചാലഞ്ചിലൂടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. എല്ലാ ടെൻസസും നമ്മൾ പഠിച്ചു. എല്ലാ ടെൻസസും അല്ല, കുറേ അധികം ടെൻസസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ കുറേ യൂസേജസ് പഠിച്ചു. ഇനി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്ന ആ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡു, ഡസ്, ഡിഡ്, വില്ല്, ഹാവ്, ഹാസ്, പിന്നെ മോഡൽ പാസ് വെയർ, പിന്നെ മോഡൽ ഓക്സിലറീസിൽ വരുന്ന ഷുഡ്, മസ്റ്റ്, അതുപോലെ വുഡ്, നീഡ്, വാണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ മീനിങ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സംസാരിച്ചു വരുമ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ? വാസാണോ പറയാ? അല്ലല്ലോ, അവിടെ വുഡല്ലേ പറയാ? അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷനൊക്കെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മള് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കാരെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ബിഗിനേഴ്സ് ചാലഞ്ച് വരെ തുടങ്ങി. അതെ, നമ്മൾ ഓൾറെഡി ബിഗിനേഴ്സ് ചാലഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ചാനലിൽ ഏറ്റവും ടോപ്പിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് 1 മുതൽ ക്ലാസ് 30 വരെ 30 വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആദ്യം ഡൗട്ട് മൊത്തം തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി സെപ്പറേറ്റ് നിങ്ങൾക്ക് ഓരോ ഗ്രാമർ വേറെ വേറെ കിട്ടണോ, അതിന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് കിട്ടും. അതും ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഓരോ ഗ്രാമർ നോക്കാം. നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന കോൺവെർസേഷൻ അല്ല, അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു സെറ്റ് ഓഫ് കോൺവെർസേഷൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം എത്രത്തോളം വേണം എന്നുള്ളത്. എല്ലാ ഓക്സിലറി വേർബ്സും എല്ലാ യൂസേഴ്സും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം പോകും നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഓൾറെഡി കോൺവെർസേഷൻ ചെയ്ത് വെച്ചത് കാണണമെന്നുണ്ടെങ്കിൽ അതും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് ആദ്യമേ എടുത്ത് കാണാം. ഞാൻ ഇപ്പോൾ വലിച്ചു നീട്ടി വീഡിയോ വെറുതെ വലുതാക്കുന്നില്ല. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ എന്ത് ചെയ്യാം? ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡു ഡസ്. ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണ്. ഡു ഡസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? അപ്പൊ ഇതിൽ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഡസ് വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വരിക. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആമോ ഈസോ ആറോ അല്ലേ കൂടുതൽ വരിക. ആക്ച്വലി അങ്ങനെയല്ല. നമ്മൾ ഡെയിലി ലൈഫിൽ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചറിയാം, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ കളിക്കാറുണ്ട്, പോകാറുണ്ട്, അവൻ ചെയ്യുന്നു, അവൻ ഉറങ്ങുന്നു, പോകുന്നു, വരുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എങ്ങനെയാ പറയാന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് എല്ലാവർക്കും. അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസോ ആമോ ആറോ ഇട്ടിട്ട് ING ഫോമിൽ കാര്യം പറയും. അത് തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡു ഡസ് വെച്ച് കാര്യങ്ങൾ പറയുക, ഏത് സിറ്റുവേഷനിലാണ് പറയുക എന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കൂടെ തന്നെ നമുക്കൊരു കാര്യം ഉണ്ട്, നിനക്കൊരു കാര്യം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇന്നത്തെ കോൺവെർസേഷനിലേക്ക് പോവാം. കോൺവെർസേഷൻ ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മിൽക്കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? ഡൂവും ഡസും വെച്ചിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ആദ്യം തന്നെ ഡു വെച്ചിട്ടല്ല, നിന്റെ പേരെന്താണ്? എന്തായാലും പേര് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. നിന്റെ പേരെന്താണ്? അപ്പോ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരമാണ്. അതിനെ നേരെ ഷോർട്ട് ആക്കിയിട്ട് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം വാട്ട്സ് യുവർ നെയിം അങ്ങനെയും ചോദിക്കാം അല്ലെ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? വാട്ട്സ് യുവർ നെയിം. അത് കേൾക്കാനൊന്നുകൂടി സുഖമാണ്. വാട്ട്സ് യുവർ നെയിം, നിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണ്, അല്ലെങ്കിൽ താങ്കളുടെ പേരെന്താണ്. ഇതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഒറ്റ ചോദ്യമുള്ളൂ കേട്ടോ. ഏത് പ്രായത്തിലുള്ള ആൾക്കാരോട് നമുക്ക് അങ്ങനെ ചോദിക്കാം. ഇനി കുറച്ചും കൂടി ബഹുമാനത്തിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഞാൻ നിങ്ങളുടെ പേരൊന്ന് അറിഞ്ഞോട്ടെ. അപ്പൊ എങ്ങനെ ചോദിക്കാന്നറിയോ? അതായത് നമ്മളിപ്പോ ഒരാളുടെ ഫോണിലൊക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിക്കണം. മേ ഐ
നോ യുവർ നെയിം, ഞാൻ നിങ്ങളുടെ പേരൊന്ന് അറിഞ്ഞോട്ടെ. മേ എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിക്കുകയാണ്. അപ്പം മേ ഐ നോ യുവർ നെയിം, ഞാൻ നിങ്ങളുടെ പേരൊന്ന് അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ പേരൊന്ന് അറിഞ്ഞോട്ടെ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കുറച്ചും കൂടി റെസ്പെക്റ്റ് കൊടുത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ ചോദിക്കേണ്ടത്. ഓക്കെ, നേരിട്ട് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത്, എന്നാൽ താങ്കളുടെ പേരെന്താണ് ഞാനൊന്ന് അറിഞ്ഞോട്ടെ എന്നാണ് ഇംഗ്ലീഷുകാർ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ചോദിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് വരുന്നു, നിന്ന് വരുന്നു. ഇത് മിൽക്കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാനൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം നമ്മൾ എന്താ പറയുക, കുറച്ച് സ്ലോവിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ആൻസർ ഉണ്ടാക്കാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്. അപ്പോ where do you come? ഇനി നിന്ന് ലാസ്റ്റ് കൊടുക്കണം. Where do you come from? എന്താ സംശയം, എന്താ പറയേ. Where do you come from? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അതാണ് നമ്മൾ ഒരാളോട് ചോദിക്കുക. അടുത്ത ചോദ്യം. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണ്, വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കും. അത് തെറ്റാണ്. കാരണം ആ വേറിൽ തന്നെ ഉണ്ട്. നമ്മള് ബിഗിനേഴ്സ് ചാലഞ്ച് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് വരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത്, അത് വേറിൽ തന്നെ ഉണ്ട്, വേറിൽ തന്നെ ഉണ്ട് എവിടെ നിന്നാണ് എന്നുള്ളത്. പക്ഷെ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിങ് മാറിപ്പോകും. നിങ്ങൾ ഇപ്പോ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾ പറയും ഞാൻ ഇപ്പോ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറയും. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. അയാൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അയാളിപ്പോ ഒരു ഇന്റർവ്യൂവിന് വരികയാണെങ്കിൽ അയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഞാൻ ആ സ്വദേശക്കാരനാണ്, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, അല്ലെ. അല്ലാതെ ഇപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ബാത്റൂമിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അയാള് അപ്പുറത്തുനിന്ന് ഹാളിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ ആയിരിക്കും അയാൾ ആൻസർ പറയാം. അതുകൊണ്ടാണ് വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നീ എവിടെയാ താമസിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, ലിവ് എന്നല്ലേ താമസിക്കുന്നത്. ഓക്കെ, where do you live? കണ്ടോ, വേർ ഡു യു ലീവ്. അപ്പോ വേർ ഡു യു കം എന്നുള്ളത് നമ്മൾ ആ കമ്മിനെ മാത്രമേ മാറ്റിയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, വേർ ഡു യു ലീവ് ആക്കി. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്മൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം സെന്റൻസ് ഉണ്ടാക്കാൻ. ഓക്കെ, വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, where do you study? അത്രേ ഉള്ളൂ, വേർ ഡു യു സ്റ്റഡി, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്. ഇനി ഇതിനൊക്കെ ഉത്തരം കൊടുക്കണ്ടേ, വേണം. ഞാൻ പഠിക്കുന്നത് പറമ്പയിലാണ്. Okay, I study in പറമ്പ. ഐ സ്റ്റഡി ഇൻ പറമ്പ. ഞാൻ പറമ്പ എന്ന് പറഞ്ഞ ഇനി പറമ്പ സ്കൂളാണെങ്കിൽ ഐ സ്റ്റഡി ഇൻ പറമ്പ GUPS പറമ്പ സ്കൂൾ. അത് നമ്മൾ ആ പറമ്പ സ്കൂളിൽ ഉള്ളിലാണ് എങ്കിലാണ് നമ്മൾ ഇന്ന ചേർക്ക് പറയാം. ഇതിപ്പോൾ ആ പറമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പർട്ടിക്കുലർ സ്ഥലം നമ്മൾ പറയുമ്പോൾ അറ്റ് പറമ്പ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഐ സ്റ്റഡി അറ്റ് പറമ്പ. അല്ലെങ്കിൽ ഇൻ പറമ്പ സ്കൂൾ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ, രണ്ട് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ റെഗുലറായിട്ട് നമ്മളൊരു സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അവിടെ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അറ്റ് ആണ് പറയാം. അപ്പോൾ ഐ സ്റ്റഡി അറ്റ് പറമ്പ സ്കൂൾ. ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വർക്ക് അറ്റ് ആ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ പറയും. ഇനിയിപ്പോൾ ഇന്ന് ചേർത്താലും അവിടെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇനിയിപ്പോ നേരത്തെ നമ്മൾ ചോദിച്ചില്ലേ വേർ ഡു യു കം ഫ്രം, അതിന്റെ മീനിങ് എന്താ പറയാ, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു എന്ന് ഉത്തരം കൊടുക്കണം നമുക്ക്. അതെങ്ങനെ പറയും, ഐ കം ഫ്രം നമ്മുടെ സ്ഥലം പറയാം. ഐ കം ഫ്രം പൂക്കോടുംപാടം, ഞാൻ പൂക്കോടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കിട്ടിയില്ലേ? ഓക്കെ, ഇനി നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? Would you like to study? അതെന്ന് വെച്ച് കഴിഞ്ഞാല് നിനക്ക് പഠിക്കാൻ ആഗ്രഹമാണോ എന്നാണ്. Would you like? അപ്പൊ അതില വുഡ് യു ലൈക്ക് അത്രയും നീട്ടാൻ നമുക്ക് അത് വേണ്ട. Do you like to study? അവിടെ നമ്മൾ ഡു യു ലൈക്ക് വെച്ച് ചോദിക്കണം. അതായത് നിനക്കൊരു കാര്യം ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വുഡ് യു ലൈക്ക് എന്നുള്ള അത്രയും സംഭവത്തിലേക്ക് പോകണ്ട, ജസ്റ്റ് ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇപ്പം ഞാൻ ചോദിക്കണം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ?
ഡു യു ലൈക്ക് ഐസ്ക്രീം? ആ നിനക്ക് പാവക്കുട്ടികൾ ഇഷ്ടാണോ? വുഡ് യു ലൈക്ക് ടോയ്? വുഡ് യു ലൈക്ക് വേണ്ട, വുഡ് യു ലൈക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡു ഡു യു യു ലൈക്ക് മതി. ഡു യു ലൈക്ക്, എനിക്ക് ആ വുഡ് യു ലൈക്ക് വരുമ്പോ വുഡ് യു ലൈക്ക് എന്താണെന്ന് അറിയാമോ? അതായത് ഞാനൊരു കാര്യം ചെയ്യാൻ അതിയായിട്ട് എനിക്ക് ആഗ്രഹമാണ് എന്ന് ഞാൻ പറയുമ്പോഴാണ് ഞാൻ വുഡ് യു ലൈക്ക് പറയാം. ഇനി ഞാൻ വുഡ് യു ലൈക്ക് വെച്ചിട്ട് അയാളോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു മീനിങ് വരുമ്പോഴാണ് നമ്മൾ വുഡ് യു ലൈക്ക് വെച്ച് ചോദിക്കേണ്ട കാര്യമുള്ളൂ. സിമ്പിൾ ആയിട്ട് ഒരാളോട് നമുക്ക് ഡു യു ലൈക്ക് വെച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു യു ലൈക്ക് ടെഡി ബിയേഴ്സ്? ഡു യു ലൈക്ക് ടെഡി ബിയേഴ്സ്. ഇനി എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാം? ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എനിക്ക് ടെഡി ബിയേഴ്സ് ഇഷ്ടമാണ്. ഐ ആം ഇഷ്ടമാണെന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അവിടെ ഐ ആം ആണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? അപ്പൊ എങ്ങനെയാണ്? ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവിടെ അർത്ഥം, അല്ലെ? പറയുമ്പോ നമ്മൾ എന്താണ്, എനിക്ക് ഇഷ്ടമാണ് എന്നാണ് നമ്മൾ പറയാ. പക്ഷേ എന്താണ് ഇംഗ്ലീഷിൽ പറയുമ്പോ ഐ ലൈക്ക്, ഇത്ര മാത്രം മതി. ഐ ലൈക്ക് ടെഡി ബിയേഴ്സ്, ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ലൈക്ക് ടു ഗോ. ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നു. ഇനി വെർബ് ചേർത്തിട്ട് നമ്മൾ പറയാനാണെങ്കിൽ ലൈക്ക് കഴിഞ്ഞിട്ട് ഒരു ടു ചേർത്തിട്ട് വെർബ് ചേർത്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ടു ഈറ്റ്. അത്രേ ഉള്ളൂ, അവിടെ ആ ലൈക്ക് ചേർത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. ടു ഹാവ്. ഇനി നമുക്ക് വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ അതിനു മുമ്പ് ഈ ഡൂവും ഡസും അല്ലാണ്ട് ഒരു ചോദ്യം ചോദിക്കണം. ഓക്കെ, അപ്പൊ അതൊന്നും ചോദിക്കണേ. നിന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ അതെങ്ങനെ ചോദിക്കാം? എത്ര ആളുകളുണ്ട് എന്ന് ചോദിക്കാം. How many members are there in your home? അതെ, അത് നമ്മൾ പഠിച്ചാണല്ലേ. How many members are there in your home? അത് ചോദിച്ചാലേ നമുക്ക് ബാക്കി ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് 6 ആളുകളുണ്ട് എന്ന് പറയണം. അപ്പൊ അവിടെയുണ്ട് there are 6 members in my home. There are 6 members in my home എന്ന് പറയണം. എന്നിട്ട് എനിക്ക് ഇന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാന്നറിയോ? I have father, mother, grandmother, grandfather and one brother. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഉള്ള ആൾക്കാരുടെ കാര്യം പറയാട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നിനക്ക് സിസ്റ്റർ ഉണ്ടോ? ഉണ്ടോ? നിനക്ക് സിസ്റ്റർ ഉണ്ടോ? Do you have sister? Do you have sister? നിനക്ക് സിസ്റ്റർ ഉണ്ടോ? നിനക്ക് ബ്രദർ ഉണ്ടോ? ഇതേപോലെ തന്നെ. Do you have brother? അപ്പോ എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, എനിക്ക് സിസ്റ്റർ ഇല്ല എന്ന് പറയണം. I have a brother. I have a brother. I don't have a sister. I don't have a sister എന്നാണ്. എനിക്ക് ഒരു സിസ്റ്റർ ഇല്ല എന്നാണ്. ഒരു സിസ്റ്റർ ഇല്ല നമ്മൾ പറയില്ല, എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല എന്നാ പറയാം. I don't have. എനിക്ക് ഒരു അനിയത്തി ഉണ്ടല്ലോ. ആരത്? അഗിമോള്. അത് നേരെ അനിയത്തിയല്ലല്ലോ. അങ്ങനെ. അത് കസിൻ ആണ്. ഓക്കെ. അപ്പോ I don't have sisters. എനിക്ക് സഹോദരിമാരില്ല എന്ന് പറയും നമ്മള്. ഓക്കെ. ഇനി അപ്പൊ എനിക്ക് കസിൻസിൽ ഒരു അനിയത്തി ഉണ്ട് എന്ന് പറയുമ്പോഴോ? I have a cousin. കസിൻ ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മൾ കസിൻ തന്നെ പറയാം. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും കസിൻ സിസ്റ്റർ, കസിൻ ബ്രദർ എന്നൊക്കെ പറയും. പക്ഷെ നോർമലി ആണായാലും പെണ്ണായാലും കസിൻസ് അല്ലെങ്കിൽ കസിൻ എന്ന് തന്നെയാണ് പറയാം. ഇപ്പൊ ഞാൻ പെണ്ണാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചോദിക്കാണ്, നിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു? നിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു? നിന്റെ അനിയൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു എന്നല്ലേ? വാട്ട് ഡസ് യുവർ ബ്രദർ ഡു? അവിടെ നമ്മൾ ഡസ് ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താ, നമ്മൾ അനിയനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവിടെ പ്രാധാന്യം അനിയനാണ്. അപ്പൊ വാട്ട് ഡസ് യുവർ ബ്രദർ ഡു? നിന്റെ അനിയൻ എവിടെ പഠിക്കുന്നു? എവിടെ പഠിക്കുന്നു? Where does your brother study? Where does your brother study? നിന്റെ അനിയൻ എവിടെയാണ് പഠിക്കുന്നത്? അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ടോ? ഓക്കെ, അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ടോ? എന്നും പോകാറുണ്ടോ? ചെയ്യാറുണ്ടോ? എന്നും സ്കൂളിൽ പോകാറുണ്ടോ? Does he? ഈ മാലയിൽ നിന്ന് ഒന്ന് വിടുവോ?
ആ പറ. ഡസ് ഹി ഗോ ടു സ്കൂൾ എവറി ഡേ? ഡസ് ഹി ഗോ ടു സ്കൂൾ എവറി ഡേ? അവനെന്നും സ്കൂളിൽ പോകാറുണ്ടോ? അവനെന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ? ഡസ് ഹി ഈറ്റ്? ഹാവ് പറഞ്ഞാൽ മതി. ഡസ് ഹി ഹാവ് ഫുഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്? ഫുഡ് എന്ന് പറഞ്ഞാൽ മതി. ഡസ് ഹി ഹാവ് ഫുഡ് എവറി ഡേ? അവൻ എന്നും ഭക്ഷണം കഴിക്കാറുണ്ടോ? അപ്പൊ പറയണം അവൻ എന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. ഹി ഈറ്റ്സ്. അങ്ങനെ പറയാം. ഹി ഈറ്റ്സ് ഫുഡ്സ്. ഹി ഹാസ് ഫുഡ്സ്. ഹി ഹാസ് ഫുഡ് എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹി ഈറ്റ്സ് എന്ന് പറയണം. ഈറ്റ് ആണെങ്കിൽ ഈറ്റിന്റെ കൂടെ എസ് ഇട്ട് പറയണം. ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹാസ് യൂസ് ചെയ്യണം. അതാണ് വ്യത്യാസം കേട്ടോ. രണ്ടും ശരിയാണ്. അപ്പൊ അവനെന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. ഓക്കെ, അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത്? ഓക്കെ, എങ്ങനെയാണല്ലേ? ഹൗ? അച്ഛാ ഒന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത്? ഹൗ ഡസ് യുവർ ബ്രദർ ഗോ ടു സ്കൂൾ? അത് നിന്റെ ബ്രദർ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ അവൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? ഇത്രേ ഉള്ളൂ. ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ? അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോകാറുള്ളത്? അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? എഴുന്നേൽക്കുക എന്നുള്ള വാക്ക് അറിയില്ലേ? പറഞ്ഞോളൂ. ഡസ് ഹി ഗെറ്റ് up early in the morning? Does he get up in the morning? അവൻ നേരത്തെ എന്നാണെങ്കിൽ ഡസ് ഹി ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? അപ്പൊ അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്ന് നമുക്ക് പറയണം. ഓക്കെ, അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഉത്തരമായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോ he gets up. he gets up അല്ലേ? അവൻ എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഗെറ്റിന്റെ കൂടെ എസ് ഇടാൻ മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ അവരോട് പറഞ്ഞതാ. he gets up early in the morning. അവൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ ഗെറ്റിന്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ എന്താണോ നമ്മൾ വെർബ് പറയുന്നത് അതിന്റെ കൂടെ എസ് ഇടാൻ മറക്കരുത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു സംഭവം പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അവന് പാൽ ഇഷ്ടമാണ്, അവൻ പാല് കുടിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ പറയാ? അവൻ പാൽ കുടിക്കാറുണ്ട്. അവൻ പാല് കുടിക്കാറുണ്ട്. He drinks milk. അവൻ പാല് കുടിക്കാറുണ്ട്. അവൻ പുക വലിക്കാറുണ്ട്. He smokes. അവൻ ബൈക്കിൽ കറങ്ങാറുണ്ട്. ബൈക്ക് ഓടിക്കാറുണ്ടെന്ന് പറഞ്ഞോ? അവൻ റൈഡ്സ് പറയണേ. ഹി റൈഡ്സ് ബൈക്ക്. ഇനി അവൻ കള്ളു കുടിക്കാറുണ്ട്. ഹി ഡ്രിങ്ക്സ് അല്ലേ? ഇപ്പൊ നമ്മൾ പുക വലിക്കാറുണ്ടെന്ന് പറഞ്ഞു, കള്ളു കുടിക്കാറുണ്ട് പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് എസ് ചേർത്തിട്ടാ പറഞ്ഞത്. സാധാരണ നമ്മൾ മലയാളം പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഞാൻ പറയാണ്. സാധാരണ നമ്മൾ മലയാളം പറയുമ്പോൾ അവനെ പാല് പിടിക്കും, അവൻ കള്ളു കുടിക്കും, അവൻ വണ്ടി ഓടിക്കും, ഇങ്ങനെയാണ് നമ്മൾ പറയാ. ഇങ്ങനെ പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാര്, ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരല്ല, മലയാളം അറിയാത്ത ആൾക്കാര്, മലയാളം അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അവൻ കള്ളു കുടിക്കും, അവൻ സിഗരറ്റ് വലിക്കും, അവൻ പാല് കുടിക്കും. ഇതൊക്കെ അവന്റെ ശീലമാണ് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ആക്ച്വലി അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ ഡൂ ഡസും ചേർത്തിട്ടല്ല പറയാ. അതെന്താ പറയാ? വില്ല് ചേർത്തിട്ടാ പറയാ. അങ്ങനെ പറയുമ്പോ നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയോ? ഹി വിൽ ഡ്രിങ്ക്, ഹി വിൽ സ്മോക്ക്, ഹി വിൽ റൈഡ് എന്നൊക്കെ വരും. ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോ എന്താവും? നമ്മുടെ ആശയമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് നമ്മളൊന്ന് മൈൻഡിൽ പിടിക്കണം കേട്ടോ. നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ഓർത്തിട്ട് വേണം പറയാനായിട്ട്. ഇപ്പോൾ എന്നും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എന്നും മാർക്കറ്റിൽ പോകാറുണ്ട്, ഞാൻ എന്നും പച്ചക്കറി മേടിക്കാറുണ്ട്, ഞാൻ എന്നും കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ട്, ഞാൻ എന്നും ഓഫീസിൽ പോകാറുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയാം. ഒന്ന് പറഞ്ഞേ, ഇതൊക്കെ ഒന്ന് ഓർമ്മയിലുണ്ടോ നോക്കട്ടെ? പറഞ്ഞു. I go to the market. I go to the market. I buy many
vegetables I buy vegetables. and fruits. Fruits. I buy ice cream. ആ ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ട്. Okay, Pay. I pay the current I bill. pay the current bill. I pay the ആ auto ഓട്ടോ ബില്ലോ ആ ഓക്കെ. ഐ പേ ദ ഓട്ടോ ചാർജ് ഓഫ് മൈ മിൽക്ക് കുട്ടീസ് അല്ലേ? സ്കൂൾ ഓട്ടോ ചാർജ്. school auto. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ ഇതും നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ മാർക്കറ്റ് പോവും, ഞാൻ പച്ചക്കറി മേടിക്കും, ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കും. അത് മലയാളം ഇതാണ് മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയും. പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇത് നമ്മൾ ഈ വില്ല് ചേർത്ത് ഒരാളോട് പറയുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ? മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യമായിട്ട് അത് മാറും. അപ്പം നമ്മൾ ഈ ആറുണ്ട് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പഠിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡൂവും ഡസും നമുക്ക് അറിയാതെ വന്ന് കിട്ടും കേട്ടോ. അത് നിങ്ങൾ എനിക്കത് അറിയാതെ വന്ന് കിട്ടി. ഇപ്പൊ എനിക്ക് കിട്ടാത്ത മറ്റേ വാണ്ടും നീടും അതൊക്കെ നമുക്ക് എത്തിക്കാം. വാണ്ടും നീടും വുഡും അതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും, എനിക്കറിയാം. മൈറ്റിന്റെയും എല്ലാവരും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ പറയുന്ന സാധനമാണ് മൈറ്റും വുഡും. അത് കിട്ടുന്നില്ല എന്ന് പറയും. അതൊക്കെ നമുക്ക് ഇതുപോലെ എത്തിക്കാം കേട്ടോ. ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നത് പേരാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതായത് ഡൂവും ഡസും വെച്ചിട്ട് ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നതൊക്കെ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുക അല്ലേ? നീ പല്ല് തേക്കാറുണ്ടോ? Do you brush your teeth? നീ കുളിക്കാറുണ്ടോ? Do you take your bath? നീ സ്കൂളിൽ പോകാറുണ്ടോ? Do you go to school? നീ മുടി ചീകാറുണ്ടോ? Do you comb യുവർ ഹെയർ. നിന്റെ അനിയൻ ഭക്ഷണം കഴിക്കാറുണ്ടോ? Does your brother have food? നിന്റെ അനിയൻ ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? Does your brother do the homework? Do the homework? നിന്റെ അച്ഛൻ എന്നും വീട്ടിൽ വരാറുണ്ടോ? നിന്റെ അച്ഛനെന്നും വീട്ടിൽ വരാറുണ്ടോ? Do you അപ്പൊ കിട്ടി. Does your father വരാറുണ്ടോ? come to your home? Come to your home. അതപ്പോ ഞാൻ പറഞ്ഞു. Come your home എന്ന് പറഞ്ഞു. അല്ല, come to your home. ഓക്കെ. Does your father come to your home every day? നിന്റെ ഫാദർ ഇന്ന് വീട്ടിൽ വരാറുണ്ടോ? വരാറുണ്ടല്ലോ. നിന്റെ അമ്മ എന്നും ജോലിക്ക് പോകാറുണ്ടോ? ഓക്കെ. അപ്പോ ചെയ്യാറുണ്ടോ? Does your mother go to office every day? ഓഫീസിലേക്ക് പോകാറുണ്ടോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ജോലിക്ക് പോകാറുണ്ടോ എന്നാണെങ്കിൽ അവിടെ നമ്മൾ ഫോർ ചേർത്ത് പറയണം. ഫോർ വർക്ക് കേട്ടോ. അതായത് ഡസ് യുവർ മദർ ഗോ ഫോർ വർക്ക്? നിന്റെ അമ്മ ജോലിക്ക് പോകാറുണ്ടോ? ഇനി എല്ലാവരും ചോദിക്കുന്ന വേറൊരു സംശയമാണ് ഫോർ, ഓഫ്, ടു ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്, എവിടെ ചേർക്കും എന്നുള്ളത്. പ്രിപ്പോസിഷൻ കേട്ടോ. അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അതായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കോൺവെർസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വേണം ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. ഇപ്പോൾ ഫോർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ എന്നും ഉണ്ടല്ലോ മീറ്റിങ്ങിന് പോകാറുണ്ട്. അപ്പം എങ്ങനെ പറയും? ഞാൻ എന്നും മീറ്റിങ്ങിന് പോകാറുണ്ട്. ഐ ഗോ ഫോർ മീറ്റിംഗ്. അവിടെ ഫോർ ഇടുക. കാരണം മീറ്റിങ്ങിന് കിട്ടണമെങ്കിൽ ഫോർ ഇടും. ഐ ഗോ ഫോർ മീറ്റിംഗ്. ഞാൻ എന്നും ഡാൻസ് കിട്ടാൻ മാത്രമല്ല വേണ്ടി അതിന് വേറെ അർത്ഥമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്നും മീറ്റിങ്ങിന് പോകാറുണ്ട്. ഞാൻ എന്നും ഡാൻസിന് പോകാറുണ്ട്. ഐ ഗോ ടു ഡാൻസ്. ഐ ഗോ ഫോർ ഡാൻസിങ്. ഐ ഗോ ഫോർ ഡാൻസിങ്. ഞാൻ ഡാൻസിങ്ങിന് പോകാറുണ്ട്. ഞാൻ മീറ്റിങ്ങിന് പോകാറുണ്ട്. ഞാൻ ഐ ഗോ ഫോർ മൂവി. ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട്. ആക്ച്വലി എൻ്റെ മൈൻഡിൽ വന്ന സെന്റൻസ് അതിൻ്റെ കേട്ടോ. ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട്. അവിടെ കണ്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫോർ ആണ് ഇടുക. ഇനി നമ്മൾ അടുത്തത് ടു ആണ് പറയുന്നതെങ്കിൽ ടൂവിനർത്ഥം 2-3 മീനിങ് ഉണ്ട്. ഇവിടെ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തിലേക്ക് എന്നാണ്. അപ്പോൾ ടു കഴിഞ്ഞ് മിക്കവാറും ഒരു സ്ഥലം വന്ന ആ സ്ഥലത്തിലേക്ക് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ ഞാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ മാർക്കറ്റിലേക്ക് പോകാറുണ്ട് എന്ന് എങ്ങനെ പറയാം? ഞാൻ മാർക്കറ്റിലേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു മാർക്കറ്റ്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു ട്രിവാൻഡ്രം. ഞാൻ ഡൽഹിയിലേക്ക് പോകാറുണ്ട്. ഐ ഗോ ടു ഡൽഹി. ഞാൻ ഓഫീസിലേക്ക് പോകാറുണ്ട്. ഓക്കെ.
I go to office. Office. I go to മരുഭൂമിക്ക് എന്താ പറയാ? ഡെസേർട്ട്. I go to desert. ഇങ്ങനെയൊക്കെ പറയും നമ്മൾ കേട്ടോ. അപ്പോൾ 2, 4 ഇതൊക്കെ നമുക്ക് ഓരോ ദിവസം കോൺവെർസേഷനിൽ പതുക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് സെന്റൻസ് മൈൻഡിലേക്ക് പിടിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡൂവും ഡസും വെച്ചിട്ട് ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ്സിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേർ ഡു യു ലിവ്, ഹൗ ഡു യു ഗോ ടു സ്കൂൾ, ഇങ്ങനെയൊക്കെ ഹൗ, വെയർ, വിച്ച്, വെന്ന്, വാട്ട് ഇതൊക്കെ ചേർത്തിട്ടും എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളത് ജസ്റ്റ് നോക്കി അല്ലേ. പിന്നെ ഒരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി. അപ്പോൾ ഇനി ഇത് വീണ്ടും അടുത്ത ക്ലാസ്സിലും വരും കേട്ടോ. ഒരു ക്ലാസ് കൊണ്ട് തീരുന്നില്ല. മിക്കവാറും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ഇന്ന് പഠിച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ ക്യാരി ഓവർ ചെയ്തിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്ത് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഡൂവും ഡസും ആണ് കൂടുതൽ. ജസ്റ്റ് ഹാവും ഹാസും എടുത്തു മാത്രം. അതൊക്കെ ബാക്കി നമ്മൾ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ തുടർച്ചയായിട്ട് ഇത് നിങ്ങൾ കാണുക. ഇതിന് ഞാൻ സീരിയസ് ആയിട്ട് നമ്പർ കൊടുക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കോൺവെർസേഷൻ കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കോൺവെർസേഷൻ വീഡിയോസ്, ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോസ്, ബിഗിനേഴ്സ് ചാലഞ്ച് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനായിട്ട് പ്ലേലിസ്റ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാം മറക്കാതെ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പറയാനില്ല. കാരണം കമന്റ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊന്നും ചിലതൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ, ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികളെ കണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഗൈസ് അടുത്ത നമ്മുടെ കോൺവെർസേഷനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാത്ത വീണ്ടും കാണാം. അതുവരേക്കും ബൈ.